വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ജോബ് ആൻഡ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണിത്. ഇന്ന് നമ്മൾ ഫ്രൈറ്റ് ഫോർവേഡിംഗ് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫ്രൈറ്റ് ഫോർവേഡിംഗ് കപ്പലുകളിൽ ധാരാളം കണ്ടെയ്നറുകൾ കൊണ്ടുപോകാറുണ്ട്. ഒരു കണ്ടെയ്നറിൽ നിരവധി ചരക്കുകൾ അയക്കാറുണ്ട്. ഈ ചരക്ക് ഗതാഗതം ക്രമീകരിക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനമാണ് ഫ്രൈറ്റ് ഫോർവേഡർ. അന്താരാഷ്ട്ര ഷിപ്പിംഗിൻ്റെ ലോജിസ്റ്റിക്സിൽ ഇത്തരം സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഫ്രൈറ്റ് ഫോർവേഡറിനെ കുറിച്ച് അറിയേണ്ട ചില സർവീസുകൾ നോക്കാം. ഓഷ്യൻ ഓർ എയർ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ. കപ്പലിലൂടെയും വിമാനങ്ങളിലൂടെയുമുള്ള ചരക്കു കൈമാറ്റങ്ങളെ ക്രമീകരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഒരു ചരക്കിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഗതാഗതം അവർ കൈകാര്യം ചെയ്യുന്നു. അതായത് ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് ട്രക്ക് വഴിയോ റെയിൽ മാർഗമോ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അടുത്തത് ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പറേഷൻ. ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകൾ മാനേജ് ചെയ്യുന്നു. ദെൻ വെയർഹൗസിംഗ് ആൻഡ് സ്റ്റോറേജ്. അവർ ചരക്കുകൾക്കായി സംഭരണ സേവനങ്ങൾ ക്രമീകരിക്കുന്നു. വെയർഹൗസുകൾ അല്ലെങ്കിൽ മറ്റു സ്റ്റോറേജ് ഏരിയ കണ്ടെത്തി സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അടുത്തത് കൺസോളിഡേഷൻ ആൻഡ് ഡീകൺസോളിഡേഷൻ. ചെറിയ ചെറിയ ഷിപ്മെൻറ്റുകളെ കമ്പൈൻ ചെയ്ത് വലിയ ഷിപ്മെൻ്റ് ആക്കുക അഥവാ കൺസോളിഡേഷൻ നടത്തുകയും അതുപോലെ തന്നെ തിരിച്ച് ഡീകൺസോളിഡേഷൻ നടത്തുകയും ചെയ്യുന്നു. അടുത്തത് കാർഗോ ഇൻഷുറൻസ് ആൻഡ് കസ്റ്റംസ് കംപ്ലയൻസ്. കസ്റ്റംസ് റെഗുലേഷൻസ് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഇൻഷുറൻസ് നൽകുകയും ചെയ്യുന്നു. ഹൗ ഫ്രൈറ്റ് ഫോർവേഡിംഗ് വർക്ക്. ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ഷിപ്പേഴ്സിനും കാരിയേഴ്സിനും ഇടയിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു. അവർ ഭൗതികമായി ചരക്ക് നീക്കുന്നില്ല, എന്നാൽ മികച്ച റൂട്ടുകളും വിലകളും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ബിഡ്ഡിംഗ് അല്ലെങ്കിൽ കരാർ പ്രക്രിയയിലൂടെ കാരിയർമാരെ കണ്ടെത്താൻ അവർ നിലവിലുള്ള ബന്ധങ്ങൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ടുതന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ചരക്കുകൾ എത്തിക്കുന്നതിനുള്ള ചെലവ്, വേഗത, വിശ്വാസ്യത എന്നിവ ബാലൻസ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഫ്രൈറ്റ് ഫോർവേഡേഴ്സ് ലോജിസ്റ്റിക്സിലെ സങ്കീർണമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇത് ക്ലയൻറ്റുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഫ്രൈറ്റ് സെയിൽസ്. ക്ലയൻസിന് ഫ്രൈറ്റ് സർവീസുകൾ സെല്ല് ചെയ്യുക എന്നതാണ് ജോലി. LTL ലെസ് ദാൻ ട്രക്ക് ലോഡ്, ട്രക്ക് ലോഡ്, ഓഷ്യൻ ഫോർവേഡിംഗ് ഓർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നിവയിൽ എക്സ്പീരിയൻസ് നേടുന്നത് ഈ ജോലിക്ക് അഭികാമ്യമാണ്. സെയിൽസിൽ മികവ് പുലർത്തുന്നവർക്ക് നല്ലൊരു ജോബ് ഓപ്ഷൻ ആണിത്. അടുത്തത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഏജൻറ്റ്സ്. ഈ പ്രൊഫഷണലുകൾ ഡോക്യുമെൻറ്റേഷൻ, ആശയവിനിമയം, അന്തർദേശീയ ഷിപ്മെൻറ്റുകൾക്കുള്ള കംപ്ലയിൻസ് എന്നിവ കൈകാര്യം ചെയ്യുന്നു. അടുത്തത് ഡേറ്റ എൻട്രി ക്ലർക്സ്. ഫ്രൈറ്റ് ഫോർവേഡിങ്ങുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡേറ്റ എൻട്രിയുടെ ഉത്തരവാദിത്വം. അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെയർഹൗസ് ടെക്നീഷ്യൻസ് ഓർ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻവെൻ്ററി കൺട്രോൾ എന്നിവയിൽ പ്രാവീണ്യം നേടിയിരിക്കുക. ദെൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് കോർഡിനേറ്റേഴ്സ്. ഫ്രൈറ്റ് ഫോർവേഡിംഗ് ഓപ്പറേഷൻസ് ഒപ്റ്റിമൈസ് ചെയ്യുക. ജനറൽ മാനേജേഴ്സ് ആൻഡ് ഔട്ട് ബൗണ്ട് മാനേജേഴ്സ്. ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മേൽനോട്ടം വഹിക്കുക തുടങ്ങിയ നിരവധി അവസരങ്ങൾ ഈ മേഖലയിലുണ്ട്. കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള മികച്ച അവസരങ്ങൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം വിഴിഞ്ഞം തുറമുഖം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങുന്നതാണ്. ആയതുകൊണ്ട് തന്നെ തൊഴിൽപരവും ബിസിനസ് പരവുമായ അവസരങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും അറിയാതെ പോകരുത്. ആശംസകളോടെ വിഴിഞ്ഞം .in. താങ്ക് യു.